കാരണം നന്ദിയുള്ളവന് കൂടുതൽ നൽകപ്പെടും, നന്ദിയില്ലാത്തവനിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടും എന്നാണ്. നമസ്കാരം. ഓരോ ദിവസവും നമുക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോഴും ആ ദിവസങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന വിവിധ തരത്തിലുള്ള വളരെ ദിവ്യമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പൂക്കൾ പോലെ, ഇലകൾ പോലെ കൊഴിഞ്ഞു പോകുന്ന ആ ദിവസങ്ങൾ, അവിടെ നിന്നും നാം എന്തൊക്കെയാണ് നേടിയെടുക്കുന്നത്? മിക്കവാറും ദിവസങ്ങളും നമുക്ക് ധാരാളം തിക്ത അനുഭവങ്ങൾ, മോശമായ അനുഭവങ്ങൾ സമ്മാനിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ആ അനുഭവങ്ങളിലാണ് തങ്ങി നിൽക്കാറ്. അവ നമ്മൾ കൃത്യമായി ഓർത്തിരിക്കുകയും അവയെക്കുറിച്ച് ചർച്ച ചെയ്ത് സ്വയം നമ്മൾ വിലപിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഓരോ ദിവസവും നമുക്ക് നൽകുന്ന ഒരുപാട് ദിവ്യമായ അനുഭവങ്ങളെ കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ? നല്ല അനുഭവങ്ങൾ, ഓരോ നല്ല അനുഭവങ്ങളും നമുക്ക് ഓരോരോ സമ്മാനങ്ങൾ നൽകാറുണ്ട്. പല രൂപത്തിലാണ് ഈ ദിവ്യാനുഭവങ്ങൾ കടന്നു വരാറ്. എന്നിട്ടും നാം എന്തുകൊണ്ടാണ് അവയെ അറിയാത്തത്? എന്ന് വെച്ചാൽ ഭൗതികമായി അളക്കാൻ കഴിയാത്തവയാണ് അവയെല്ലാം എന്നാണ്. കുറച്ച് പണം ലഭിക്കുന്നത് പോലെയോ മറ്റ് ഭൗതിക വസ്തുക്കൾ ലഭിക്കുന്നത് പോലെയോ അവയൊന്നും അളക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് കാരണം. അതൊരു പക്ഷെ നിങ്ങൾ അതികാലത്തുണർന്ന് ധ്യാനത്തിൽ ഏർപ്പെടുമ്പോൾ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന അതീന്ദ്രിയമായ ഒരു അനുഭൂതിയാവാം. ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ഉള്ള ദീപ്തമായ ഒരു ഓർമ്മ നൽകുന്ന, സ്നേഹത്തിൽ കുതിർന്ന ഒരു അനുഭവമാവാം. നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തക വായനക്കിടയിൽ അപ്രതീക്ഷിതമായി ഒരു ദർശനം പോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന പുതിയൊരു ആശയമാവാം അത്. ഏറെക്കാലത്തിന് ശേഷം നിങ്ങൾ കാത്തിരുന്ന ഏതോ ഒരാൾ, ഒരു സ്നേഹിതനോ ഒരു ബന്ധുവോ ഒക്കെ ആവാം, നിങ്ങളെ ഫോണിൽ വിളിച്ച് ഒരു സ്നേഹാന്വേഷണം നടത്തിയപ്പോൾ നിങ്ങളിൽ അതുണ്ടാക്കിയ ഒരു സ്നേഹപ്രവാഹവും ആവാം. അതുമല്ലെങ്കിൽ വഴിയിൽ വെയിൽ കൊണ്ട് തളർന്നു വീണ ഒരു വൃദ്ധന് ഭക്ഷണം വാങ്ങി നൽകിയപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഒരു ചാരിതാർത്ഥ്യമുണ്ടല്ലോ, അതുമാവാം. പ്രഭാതത്തിലെ ഒരു സവാരിക്കിടയിൽ നിങ്ങൾക്ക് മേൽ പതിച്ച ആദ്യത്തെ സൂര്യകിരണങ്ങളാൽ ലഭിച്ച ഒരു ഊർജ പ്രവാഹവും ആവാം ആ ദിവ്യാനുഭവം. പ്രാർത്ഥനയ്ക്കിടയിൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിച്ച ഒരു ചൈതന്യമാവാം. ഒരു യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന അജ്ഞാതനാൽ നിങ്ങളുടെ ജീവിതം വഴിമാറ്റി വിട്ടപ്പോൾ താൻ ഒറ്റയ്ക്കല്ല എന്ന നിങ്ങളുടെ തിരിച്ചറിവിൽ നിന്നും ആകാം അത്. പിന്നെ ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാകുമ്പോഴും ഒറ്റയ്ക്ക് എല്ലാറ്റിനെയും നേരിടണമെന്നും പിന്മാറില്ല എന്നും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന നിങ്ങളുടെ ആ അന്തരാത്മാവിൻ്റെ ശബ്ദവുമാകാം. കരുണാർദ്രമായ ഒരു വാർത്ത കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു സഹാനുഭൂതിയുമാകാം. കാത്തിരുന്ന സ്വപ്നതുല്യമായ ഒരു നേട്ടം കൈപ്പിടിയിലെത്തുമ്പോൾ നിങ്ങൾ പുളകിതനായപ്പോൾ അങ്ങനെ ഉണ്ടായതുമാകാം. അത് എല്ലാം ഉണ്ടായിട്ടും ചിലതൊക്കെ തനിക്ക് നേടാനായില്ലല്ലോ എന്ന തോന്നലിൽ നിന്ന് താനുമല്ല എന്ന തിരിച്ചറിവ് ഉണ്ടായപ്പോഴും ആകാം അങ്ങനെ സംഭവിച്ചത്. ഇത്തരത്തിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ ദിവ്യാനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ ഇത്തരം അനുഭവങ്ങളെ പറ്റി ഓർമ്മിച്ചെടുക്കാനും ഒക്കെ നാം ശ്രമിക്കണം. അവ സംഭവിക്കുമ്പോൾ അവയ്ക്ക് അപ്പോൾ തന്നെ നന്ദി പറയണം. ഈ അനുഭവങ്ങൾ ഒക്കെ നിങ്ങൾ എഴുതി വെക്കുക. ഈ നന്ദി പറയലിലൂടെ, എഴുതി വെക്കലിലൂടെ ജീവിതം കൂടുതൽ 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 ദിവ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം നന്ദിയുള്ളവന് കൂടുതൽ നൽകപ്പെടും, നന്ദിയില്ലാത്തവനിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടും എന്നാണ്. ആയതിനാൽ ഓരോ ദിവസത്തെയും ഇത്തരം ദിവ്യാനുഭവങ്ങൾ, ആ അനുഭവങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുക. അത്തരം അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു നല്ല ദിവസമാകട്ടെ ഓരോ ദിവസവും എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുന്നു.